എല്ലാവർക്കും നമസ്കാരം. ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കാൻ എല്ലാവരും ചിക്കനൊക്കെ വാങ്ങുന്ന സമയത്ത് തയ്യാറാക്കി നോക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ചിക്കൻ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടി 1/2 കിലോ ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട്. ചെറിയ പീസായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം വാർത്ത് കളഞ്ഞിട്ട് ചിക്കൻ പീസസ് ഒരു ബൗളിലേക്ക് എടുത്ത് വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർക്കാം. ഒരു വലിയ ചെറുനാരങ്ങയുടെ നീരാണ് ചേർക്കുന്നത്. 6 വെളുത്തുള്ളി അല്ലിയും 1 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചിയും കൂടി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതിലേക്ക് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മുളക് പൊടി ചേർത്തിട്ടുള്ളത്. എരിവുള്ള മുളക് പൊടി ചേർക്കുന്നവർ 1 ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ എരിവ് ഭയങ്കരമായിട്ട് കൂടിപ്പോവും. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയോ ചിക്കൻ മസാലയോ ചേർത്ത് കൊടുക്കാം. ഗരം മസാലയുടെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്തിട്ട് ഇതൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. അതുകൂടി ചേർത്തിട്ട് വേണം ചിക്കൻ ഫ്രൈ തയ്യാറാക്കിയെടുക്കാൻ. മിനിമം ഒരു 15 മിനിറ്റ് എങ്കിലും ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ. 1 ടേബിൾ സ്പൂൺ ചതച്ച മുളക് അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സും കാശ്മീരി മുളകാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ചേർത്തത്. നിങ്ങൾ എരിവിനനുസരിച്ച് കുറയ്ക്കാം, അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈക്ക് നല്ല എരിവായി പോവും. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. കൂടെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, അപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന തരിയില്ലാത്ത അരിപ്പൊടി വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി നിങ്ങളുടെ അടുത്ത് കോൺഫ്ലവർ ഇല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്താലും മതി. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ടും ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാം ഒരു 10 മിനിറ്റിന് ശേഷം. പക്ഷേ ഇതൊക്കെ നന്നായി ഒന്ന് പിടിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും മിനിമം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരുപാട് ടൈമൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു തലേ ദിവസമൊക്കെ ഇത് തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ഇനി കുറച്ച് ദിവസത്തേക്കൊക്കെ ഇത് തയ്യാറാക്കി വെക്കുന്നവരാണെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിക്കുക. ചെറിയൊരു കണ്ടെയ്നറുകളിലാക്കി ആവശ്യത്തിന് മാത്രം എടുത്ത് വെക്കുക. അപ്പോൾ അത് മാത്രമായിട്ട് എടുത്ത് പുറത്ത് ഒരു അരമണിക്കൂർ വെച്ച് അതിൻ്റെ ആ ഒരു ഫ്രീസ് ആയിട്ടുള്ളത് മാറിയതിന് ശേഷം എടുത്ത് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടാൻ അത് മതിയാവും. അതുപോലെ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ മുഴുവനായിട്ട് മുങ്ങിക്കിടന്ന് ഫ്രൈ ചെയ്യണമെന്നൊന്നുമില്ല. ഇതുപോലെ ആവശ്യത്തിന് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് അപ്പുറം ഇപ്പുറം ഒന്ന് മറിച്ചിട്ട് ഫ്ലിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റി ആയിരിക്കും. നല്ലൊരു മാരിനേഷനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അകത്ത് നല്ല ജ്യൂസിയാണ്, അതുപോലെ നല്ല സോഫ്റ്റാണ്, പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാരിനേഷനുള്ള ചിക്കൻ ഫ്രൈ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.